നിന്റെ കള്ളത്തരം നോണ്ടാ, നിന്റെ കള്ളന്റെ ആ കണ്ണ്, നിന്റെ കള്ളന്റെ ആ കാക്കയുടെ കൂട്ടുള്ള കണ്ണടാ, നിന്റെ കാക്കയുടെ കൂട്ടിരിക്കുന്ന കണ്ണുണ്ടല്ലോടാ കണ്ണ്. നിന്റെ കാക്കയുടെ കൂട്ടാ നിന്റെ നോട്ടം, ചെറഞ്ഞ നോട്ടം, കാക്ക നോട്ടം നിന്റെ കാക്കയുടെ കൂട്ടിരിക്കുന്ന ചെറഞ്ഞ നോട്ടം നിന്റെ അമ്മയുടെ അതുപോലെ ഇരിക്കുക കാക്ക നോട്ടം, നിന്റെ കാക്ക നോട്ടം. നിന്റെ കാക്കയുടെ നോട്ടം നിന്റെ കുറെ ആ പൊടിയെന്ന് പറഞ്ഞാൽ തുണി കൊടുക്കാതെ വരുന്നോണ്ടിരുന്നുണ്ടോ രാവിലെ അടിയിലൊന്നും ഇടാതെ ഒരു നിന്റെ അമ്മച്ചിയെ കാണിക്കാൻ എന്താ നീ അവൻ വിചാരിച്ചോ നമ്മൾ അവന്റെ കൂടെ പോകുന്നേ തെമ്മാടി. നിന്റെ വീട്ടിൽ എന്തിനാണ് തുണി കൊടുക്കാതെ പൊടിയെന്ന് പറഞ്ഞാൽ വന്നോണ്ടിരുന്നത് തെമ്മാടി, നാളിപ്പട്ടി, നാണം കെട്ട പട്ടിയെ കണ്ട് നാണമില്ലാത്തവൻ. നിന്റെ അമ്മ തുണിയില്ലാതെ കണ്ട് പോകുന്ന പോലെ എല്ലാരും പോകുന്നു വിചാരിച്ചോടാ. തുണിയില്ലാതെ ഞാൻ വല്ലവരെയും കണ്ട അവന് ഭ്രാന്താന്ന് പറയും. തുണിയില്ലാതെ നടക്കുന്ന നിന്റെ ആ ഭ്രാന്തൻ പൊടിയെന്ന് പറയുന്നത് നിന്റെ ഭ്രാന്തൻ, നിന്റെ വമ്പ എഴുതിയ അവൻ, നിന്റെ വമ്പയെപ്പോലെ ഇരിക്കുക. നിന്നെ അവനെ കണ്ണെ കാണുന്നോണ്ടിരിക്കുക. നിന്റെ അവൻ നീ കൂടെ തുണി ഉടുപ്പിക്കാൻ അവിടെ കൊണ്ടുവന്നല്ലോ രാവിലെ. നിന്റെ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ രാവിലെ എഴുന്നള്ളുമായിരുന്നല്ലോ അവൻ, പൊടിയൻ, കള്ളം പൊടിയൻ. തുണി ഉടുക്കാൻ എഴുന്നള്ളുമല്ലായിരുന്നോ? ഒരു കുട്ടിത്തോർത്ത് ഒരു നല്ല തോർത്ത് കൊടുത്തോണ്ടെങ്കിൽ എഴുന്നള്ളുമല്ലായിരുന്നോ? അപ്പൊ ഞാൻ പറഞ്ഞു പത്മാവതി എന്ന് പറയുന്നവരുടെ ചെയ്യാൻ എന്തോ ഇങ്ങനെ പെണ്ണുങ്ങളെ പിടിക്കാൻ നടക്കുക തുണിയില്ലാതെ. പൊടിയെന്ന് പറയുന്ന മാറി തുണിയില്ലാതെ നടക്കുകയായിരുന്നോ? തുണിയില്ലാതെ ഇവിടെ മാറി ഇതാ ഹണി ട്രാപ്പ്, ഇങ്ങനെ ഹണി ട്രാപ്പ് തുണിയില്ലാതെ നടക്കുക. വിളക്ക് കത്തിക്കാൻ ആസാമി വരിക, ആസാമി വിളക്ക് കത്തിക്കാനെന്ന് പറഞ്ഞ് വരിക ഒരു ആസാമി. രാവിലെ ആസാമി ഇങ്ങനെ വന്നോണ്ടിരുന്ന വിളക്ക് കത്തിക്കാൻ. ആസാമി വന്നോണ്ടിരുന്ന ആസാമി ഇങ്ങനെ വരിക, ആസാമി പൊടിയനാസാമി വരിക, പൊടിയനാസാമി പിടിക്കാൻ ഇങ്ങനെ നടക്കുക കുറെ ആസാമികൾ. പിള്ളേരുടെ ജോലിയാ ഇത്, തുണിയില്ലാതെ നടന്ന് പെണ്ണുങ്ങളെ പിടിക്കുന്നത്. പൊടിയനിങ്ങനെ വരുവായിരുന്നു രാവിലെ വിളക്ക് കത്തിക്കാനാന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ വിചാരിച്ച് പെണ്ണുങ്ങൾ ഇങ്ങനെ ഓടും. ഇവന്റെ വേറെ ഡ്രാമകളാ, പല ഡ്രാമയുണ്ട്. ഇങ്ങനെ 1 മണി 2 മണി വരെ ഇങ്ങനെ ഇരിക്കുന്ന ചേട്ടാ. നിന്റെ കൂടെ കിടന്നില്ല കണ്ടവന്റെ കൂടെ പോകുന്നു വിചാരിച്ചോ? ഏടാ വന്ന് കഴിവറിന് പറയാം. നിന്റെ കൂടെ കിടന്നില്ല ഞാൻ കണ്ടവന്റെ കൂടെ കിടക്കാൻ പോകുന്നു വിചാരിച്ചോടാ പട്ടി. ഏതാ പട്ടി ആണോ? നിന്റെ ട്രിക്കതാണോടാ? നിന്റെയൊക്കെ ട്രിക്കതാണോ? നിന്റെ കൂടെ നീ 1 മണി വരെ ഇങ്ങനെ ഇരുന്നേച്ച് നീ കണ്ടവന്മാരുടെ കൂടെ കിടന്നേച്ച് വന്നേച്ച് നീ വിചാരിച്ചോ നിന്റെ കൂടെ ഞാൻ കിടന്നില്ല കണ്ടവന്റെ കൂടെ ഒക്കെ പോകുന്നു വിചാരിച്ചോടാ? നിന്റെ ട്രിക്കാണോടാ അതൊക്കെ? അങ്ങനെയാണോ പൊടിയനെ തുണിയില്ലാതെ വിട്ടത്? പൊടിയന്റെ കൂടെ പോയി കിടക്കുമെന്ന് വിചാരിച്ചോ? തുണിയില്ലാതെ വിടുകയായിരുന്നു. തുണിയില്ലാതെ നീ വരുമായിരുന്നോ? തുണിയില്ലാതെ തുണി ഉടുക്കാത്ത നാളിങ്ങ് വരിക ആച്ചാമി. ചാമിയാ തുണിയില്ലാതെ നടക്കുക. ദിഗംബരം വരിക, ദിഗംബരം. അതേപോലെ ഇൻഷുറൻസാ മോശം. ഇൻഷുറൻസ് മോശമായിരുന്നു കഥയുണ്ടാക്കാന്. കിടന്ന കഥ, പൊറുത്ത കഥ, അമ്മമാരുടെ കഥകളാ. പൊറുത്ത കഥ, കിടന്ന കഥ, പൊറുത്ത കഥയുണ്ടാക്കുക അവിടെ അവളുമാരും പൊറുത്ത കഥ. ഗർഭക്കഥ, കൽപ്പകവല്ലിയിലെ ഗർഭക്കഥ. അത് കുറെ ഗർഭക്കഥയും കൂടെ ഉണ്ടാക്കി കാശുണ്ടാക്കി ചില്ലറക്കാം ഗർഭക്കഥക്കാരി. ഇവിടെ ഗർഭക്കഥയിൽ PhD എടുത്തിരിക്കുക കൽപ്പകവല്ലി. ഗർഭക്കഥയെ PhD കാരിയാ കൽപ്പകവല്ലി. ഗർഭക്കഥ ഉണ്ടാക്കുന്ന PhD കാരിയാ കൽപ്പകവല്ലി. ഗർഭക്കഥക്ക് PhD കാരിയാ കൽപ്പകവല്ലി. കൽപ്പകവല്ലി PhD എടുത്തിരിക്കുക. ഗർഭക്കഥ ഉണ്ടാക്കുന്ന PhD കാരിയാ കൽപ്പകവല്ലി. ഇത് വേറെ ആക്കൊന്നുമല്ല PhD. ഗർഭക്കഥ ഉണ്ടാക്കുന്നതിനകത്താ PhD. ഗർഭക്കഥ അവരിങ്ങനെ പോവും. അച്ചാറും കുച്ചാറും മുളകാവച്ചി ഒക്കെ ആയിട്ട് ഇങ്ങനെ ഗർഭക്കഥ ഉണ്ടാക്കാന്. യാക്കത്തിന് കൊടുക്കുവാൻ പോവാന്ന് പറഞ്ഞോട് വരുക. യാക്കത്തിന് കൊടുക്കുവാന്ന് പറഞ്ഞുകൊണ്ട് ഗർഭക്കഥ ഉണ്ടാക്കുക. ഗർഭക്കഥ PhD കാരിയാ. ഗർഭക്കഥയിൽ PhD കാരി. ഇങ്ങനെ കുറെ PhD എടുത്തോളുമാരുണ്ട് ഗർഭത്തിലും അതിലും ഇതിലും ഒക്കെ. PhD ഇതിനകത്താ PhD, വേറെ ഒന്നിലുമല്ല. ഇങ്ങനെയൊക്കെയുള്ള കഥയ്ക്കകത്താ ഇവന്മാർക്ക് PhD. ഇവന്മാർക്ക് PhD ഇങ്ങനെയുള്ളതിനകത്താ PhD ഇവന്മാർക്ക് കിട്ടിയത്. PhD ഓൺലൈൻ PhD ഇവന്മാർക്ക് കിട്ടിയത് ഇതിനകത്താ. ഇങ്ങനെ കുറെ ഗർഭക്കഥ, കാണികളെ പിടിക്കുന്ന കഥ, മറ്റേ കഥ, മറിച്ചേ കഥ. ആ കഥയ്ക്കകത്തൊക്കെ നല്ല PhD ആ ഇവന്മാർക്ക്.
ക്യാമറ ഓഫ് ചെയ്യുക. കള്ളത്തരത്തിലെല്ലാം PhD എടുത്ത് നടക്കുക. പോച്ചയെ കുറെ എണ്ണങ്ങൾ, പോച്ചയിലെയും കണ്ടല്ലൂരെയും ഒക്കെ കുറെ അവളുമാരും അവന്മാരും PhD എടുത്ത് നടക്കുക. ഇങ്ങനെ PhD ഇങ്ങനത്തെ കവച്ചകത്ത് PhD-ക്കാരാ ഇതിനകത്ത്. ഇൻഷുറൻസ് ഓട്ടിക്കുന്നത് എങ്ങനെയാണെന്നുള്ള PhD-യാ. ജോബ് ലോസ് ഇൻഷുറൻസ്, എന്താ റിലേഷൻഷിപ്പ്, ബ്രേക്ക് ഗ്രൂപ്പ്, എന്തെല്ലാം PhD-യാ. വെഹിക്കിൾ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെ മോട്ടിക്കാം, ഗൾഫ് ഇൻഷുറൻസ് എങ്ങനെ മോട്ടിക്കാം. വന്നാൽ മതി ഇവിടോട്ട്. കോച്ചയിലെ കുറെ എണ്ണം, കണ്ടല്ലൂർ ഒരു ബിജുപി കുറെ ഉണ്ട്. ഓലകട്ടിയമ്മത്തി ഇങ്ങനെ കുറെ എണ്ണം ഉണ്ട് ഇങ്ങനെ PhD എടുത്തിരിക്കുന്നത്. ഒന്നാം മണി 2-ാം മണി വരെ ഇങ്ങനെ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ എന്തുവാണ് ഇങ്ങനെ ഇരിക്കുന്നത്. 1-ാം മണി 2-ാം മണി വരെ ഇങ്ങനെ കമ്പ്യൂട്ടർ എടുത്തിങ്ങനെ ഇരിക്കുന്ന കാണാമായിരുന്നു. 1-ാം മണി 2-ാം മണി 3-ാം മണി ഇങ്ങനെ നമ്മള് പിന്നെയും ഉറങ്ങിയിട്ട് ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ കള്ളത്തിൽ ഇങ്ങനെ നോക്കുക. ഇങ്ങനെ കള്ളന്റെ കണ്ണ് കാണണം. കള്ളന്റെ കാക്കയുടെ കൂട്ടുള്ള ആ ചെറഞ്ഞ നോട്ടം, അവന്റെ ആ ചെറഞ്ഞ നോട്ടം കണ്ടുണ്ട്. ചെറഞ്ഞ കള്ളൻ, മുതുകള്ളൻ, ബിജുപി എന്ന് പറയുന്ന മുതുകള്ളൻ. അവൻ വിചാരിച്ചു അവന്റെ കൂടെ കിടന്നില്ല, ഞാൻ കണ്ടവന്റെ കൂടെ ഒക്കെ കിടക്കാൻ പോകുന്ന വിചാരിച്ചുണ്ട് അവനിങ്ങനെ 1 മണി 2 മണി വരെ ഇങ്ങനെ ഇരിക്കുക. 1 മണി 2 മണി വരെ ഇങ്ങനെ അവൻ ഇരുന്ന് എന്നിട്ട് അവൻ വിടുക. അവന്റെ അപ്പന്റെ അനിയനോ കുര്യനോ അവനെ തുണി കൊടുക്കാൻ രാവിലെ ഇങ്ങനെ വരും. ആസാമി വേറൊരു വീട്ടിലാണ് അവൻ താമസിക്കുന്ന. വേറൊരു വീട്ടിൽ ഇവിടോട്ട് വരിക വിളക്ക് കത്തിക്കാന്. ഇവൻ ഇവിടോട്ട് വിളക്ക് കത്തിച്ചില്ല, ദൈവങ്ങൾ പറഞ്ഞ് ഓടുവന്ന്. ഇവനങ്ങോട്ട് വിളക്ക് പൊടിയനെന്ന് പറയുന്നത് വിളക്ക് കത്തിച്ചില്ല, ഇവിടുത്തെ കാട്ടിക്കുന്നേരെ ദൈവങ്ങൾ പറഞ്ഞ് ഓടുപോയി. ഇങ്ങനെ വിളക്ക് കത്തിക്കാനായിട്ട് ഇങ്ങനെ വരികയായിരുന്നു. വിളക്ക് കത്തിക്കാൻ എങ്ങാണ്ട് കെട്ട കിടമ്പ് നാണവമാനം ഇല്ലാത്തവന്മാരും. ഗർഭക്കഥയെ PhD-ക്കാരിയാ. കൽപ്പകവല്ലി പിന്നെ അതുപോലെ കുറെ പെണ്ണുങ്ങളുണ്ട് ഇതുപോലെ. ഇങ്ങനെ മുളകാ പറ്റി യാക്കം തീർക്കാൻ ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞു പോകുന്ന പോലെ പോകുക അവള്. പണ്ട് കുറെ ഇങ്ങനെ കുറെ നടത്തിയതാ ഗർഭക്കഥ. അത് നല്ല പണ്ട് കുറെ ഗർഭക്കഥ നടത്തിയതാണ്. കുറെ ഗർഭക്കഥ ഇതുപോലെ നല്ല PhD അതിനകത്തിപ്പോ അവർക്ക്. കൽപ്പകവല്ലിക്കൊക്കെ കുറെ PhD ഉണ്ട് ഇതിനകത്തൊക്കെ. കൽപ്പകവല്ലി കുറെ ഉണ്ട് PhD-ക്കാര്. മോനെക്കാട്ടി ഇളവന്റെ കൂടെ പുറത്ത് വേറൊരു PhD-ക്കാരി. മോനെക്കാട്ടി ഇളവന്റെ കൂടെ പുറത്ത്. അതിനൊന്നും കുഴപ്പമില്ല. കുട്ടനും സൂക്കേട് നമ്മളെടുത്ത സോക്കേട് അവന് കൂട്ടന്മാർക്ക്. മോനെക്കാട്ടി ഇളവന്റെ കൂടെ പുറത്തേക്ക് നമുക്ക് കുഴപ്പമില്ല. കുഴപ്പമില്ലായിരുന്നോടാ. പള്ളേമ്പി പപ്പു മോനെക്കാട്ടി ഇളവന്റെ കൂടെ പുറത്തേക്ക് കുഴപ്പമില്ലായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പിടിച്ചതിന് വരിക. നിന്റെ വല്ലവനെ പിടിച്ചോളാം ഞാൻ. എന്റെ കൊച്ചിനെക്കാട്ടി ഇളയതൊന്നും അല്ലടാ കേട്ടാ. പിടിച്ചവൻ PhD-കാരികൾ നടക്കുക. ഇങ്ങനെ ഇൻഷുറൻസ് മോട്ടിച്ച് തിന്നുന്ന PhD-ക്കാർ. നാണോമാനമില്ല. ഏത് നേരത്ത് ജനിച്ചതാടാ നീയൊക്കെ? ഏത് നേരത്താടാ ജനിച്ചത്? ഏത് ചെടിയിലൊക്കെ ജനിക്കുന്ന നേരത്താടാ ജനിച്ചത്? ഏതാ കെട്ട നേരം? ഇതുപോലെ കെട്ട നേരം കാണത്തില്ലടാ. കെട്ട നേരം നീയൊക്കെ ജനിച്ച സമയം നോക്കിയാൽ മതി. ഏതാ കെട്ട നേരം? അന്നേരം മനസ്സിലാവും. കെട്ട നേരം കുടുംബത്തിൽ ഇറക്കാൻ കൊള്ളാത്ത പെണ്ടിയൊക്കെ കയറിയിരിക്കുന്ന ഇറങ്ങി നടക്കുക. പണ്ടെന്റെ അച്ഛൻ പറഞ്ഞതുപോലെ. അയ്യോ ശരിയാ എന്റെ അച്ഛൻ പറഞ്ഞത്. ഇതൊക്കെ പഠിപ്പുരയുടെ എല്ലാം താഴ്ന്നു നിന്നപ്പോ പറഞ്ഞു എന്റെ അച്ഛൻ. അത് ശരിയാടാ, ശരിയാ. ഇതുപോലൊരു കെട്ട വട്ടി കുടുംബത്ത് കയറി കിടക്കുക. ഒരു കെട്ട സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞൊരു അണിയാന്. ഒരു അണിയാൻ വന്നിരിക്കുക കഥ ഉണ്ടാക്കാൻ. അവന് അവന്റെ പെണ്ണുപിള്ളയും കൂടെ PhD എടുത്തിരിക്കുക. ഗർഭക്കഥ ഉണ്ടാക്കുന്നതിനകത്ത PhD. അന്യ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഗർഭക്കഥ കള്ളത്തിൽ ഗർഭക്കഥ ഉണ്ടാക്കുന്നതിൽ ആ PhD